മാർട്ടിൻ ഉണ്ട്. മാർട്ടിൻ കശ്മീരിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. 2ാം വർഷ MSc അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. മാർട്ടിൻ, സ്വാഭാവികമായും ആദ്യമായി നമ്മൾ സംസാരിക്കുമ്പോൾ നല്ലൊരു ദിവസമൊക്കെ ആശംസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. മാർട്ടിൻ നിൽക്കുന്ന ഭാഗത്തെ ഇന്നത്തെ സ്ഥിതി എന്താണ്? ഇന്നലെ രാത്രി എങ്ങനെയായിരുന്നു മാർട്ടിൻ അവിടുത്തെ കാര്യങ്ങൾ? ഇന്നലെ ഞാൻ പ്രൈം ടൈം ന്യൂസിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 9:20 ഇവിടെ ഫുള്ള് ബ്ലാക്ക് ഔട്ട് ആയി. പിന്നെ ഒരു 11 മണിയായപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഞങ്ങളുടെ ഹോസ്റ്റൽ കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്താണ്. അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിൽ എയർപോർട്ടിന്റെ ആ വശം കാണാൻ പറ്റും. അപ്പം ഒരു 11 മണിയായി കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ശ്രീനഗർ അവിടെ ഒരു 20-30ഓളം മിസൈൽ അവിടെ ഇന്റർസെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങള് കിടന്നു. അത് ഇന്ന് രാവിലെ ഒരു 6 മണി തൊട്ട് ചെറിയ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അത് കാണാൻ കഴിഞ്ഞു. അതായത് ഡ്രോണുകൾ വരുന്നതും നമ്മൾ അതിനെ വെടിവെച്ച് വീഴ്ത്തുന്നതും കാണാൻ കഴിഞ്ഞു. കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അതായത് ചെറിയ നമ്മുടെ മിസൈൽ അന്ന് ജമ്മുവിൽ കാണുന്ന പോലെ ചെറിയ ഇതുപോലെ വരും. നമ്മുടെ ഇവിടുന്ന് ഒരു മിസൈൽ വന്നിട്ട് അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ അതൊക്കെ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു 10-30 എണ്ണം കഴിഞ്ഞപ്പോ നമ്മളോർത്തത് പിന്നെ ഒരു 1 മണി 2 മണി വരെ ഒന്ന് ശാന്തമായിരുന്നു. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ 2 മണിയായപ്പോ കിടന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 6 മണി തൊട്ട് ചെറിയൊരു ബോംബിങ്ങിന്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരുന്നു. 6:30 വളരെ രാത്രി ഉണ്ടായ, അതായത് ഈ മിസൈൽ ഇപ്പം മാർട്ടിൻ പറഞ്ഞതുപോലെ ആ ശബ്ദമായിരുന്നില്ല പുലർച്ചെ കേട്ടിരുന്നത്, സ്ഫോടന ശബ്ദമായിരുന്നു. അല്ലല്ല, നല്ലൊരു 6:30 ഭയങ്കര ശബ്ദമായിരുന്നു. അതായത് ഞങ്ങളുടെ ഹോസ്റ്റലിൽ എല്ലാവരും ഞെട്ടി എണീക്കുന്ന രീതിയിൽ മാത്രമുള്ള ഒരു വലിയൊരു സ്ഫോടന ശബ്ദം. അത് കേട്ട് ഞങ്ങള് എല്ലാവരും ഞെട്ടി എണീറ്റ് വെളിയിൽ വന്നു. അപ്പം ചിലര് പറയുന്നു ഇത് 6 മണി തൊട്ടേ ഒരു 5-6 എണ്ണം ഇങ്ങനെ ചെറുതായിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്ഫോടനം ശബ്ദം ഇപ്പോഴാണ് ഉണ്ടായെന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും ഒരു ശബ്ദം ഉണ്ടായി. എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ബോംബ് പൊട്ടിയതാണോ അതോ ഇനി മിസൈൽ ഇന്റർസെപ്റ്റ് ചെയ്താണോ എന്ന് അറിയത്തില്ല. വളരെ വലിയൊരു സ്ഫോടന ശബ്ദമായിരുന്നു. അവിടെ ഇന്നലെ രാത്രി ബ്ലാക്ക് ഔട്ട് ആയിരുന്നോ? ഇന്നലെ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. 1 മണി വരെ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. അത് കഴിഞ്ഞ് വൈദ്യുതി വന്നോ? വൈദ്യുതി വന്നു. അതിനുശേഷം ഇവിടെ 6 മണി തൊട്ട് വീണ്ടും ഉണ്ടായപ്പോ പിന്നെ ബ്ലാക്ക് ഔട്ട് ആയിരുന്നു. ഇപ്പൊ അവിടെ കറണ്ട് ഇല്ല? ഇപ്പൊ വന്നു. ഇപ്പം അരമണിക്കൂർ മുമ്പ് വന്നു. ഈ രാവിലെ കേട്ട സ്ഫോടന ശബ്ദങ്ങളൊക്കെ എപ്പോഴാണ് നിന്നത് മാർട്ടിൻ? ഒരു 6:30-6:45 നിന്നു. പിന്നെ അതിനുശേഷം ശബ്ദം ഉണ്ടായിട്ടില്ല. ഈ മാർട്ടിനെ അവിടെയുള്ള ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ബ്ലാക്ക് ഔട്ട് ഉണ്ടാകുമ്പോൾ ഇതുപോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പുറത്തിറങ്ങരുത്, നിങ്ങൾ ഉള്ളിൽ തന്നെ താമസിക്കണം, അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് നിരന്തരം ലഭിക്കുന്നുണ്ടോ മാർട്ടിൻ? ഞങ്ങൾക്ക് ഹോസ്റ്റൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് അവര് കൃത്യമായിട്ട് മെസ്സേജ് ഇടും എപ്പോഴാണ് കറണ്ട് പോകുന്നത്, നിങ്ങളിപ്പോ ഹോസ്റ്റലിൽ കയറണം. ഇപ്പൊ രാവിലെ ആണെങ്കിലും നിർദ്ദേശം ഉണ്ടായിരുന്നു ഇന്ന് ആരെയും വെളിയിലോട്ട് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ രാവിലെയൊക്കെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാർട്ടിൻ? ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ അതിന്? ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ അവര് അതായത് ഇവിടുന്ന് അന്യ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് എടുത്തായിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് ഇവിടുന്ന് വിടാനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം മാർട്ടിൻ നാട്ടിലേക്ക് വരാൻ ആലോചിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ അതിനകത്ത് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവര് പറയും എന്നാ. കൺട്രോൾ റൂമുമായി സംസാരിച്ചിരുന്നോ മാർട്ടിൻ? നോർക്കയായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ സേഫ് ആയിട്ടിരിക്കുക. പിന്നെ ഭക്ഷണത്തിനോ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. അവര് ഹയർ അതോറിറ്റിയോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം അവർ പിന്നീട് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മാർട്ടിൻ, ഈ താമസിക്കുന്ന ഹോസ്റ്റലിൽ എത്ര മലയാളികളുണ്ട്? കുറെ പേരുണ്ടോ? അതെ, ഞങ്ങളുടെ മെയിൻ ക്യാമ്പസ് ആണ്. ഇവിടെ ഞങ്ങൾ 25ഓളം മലയാളികളുണ്ട്. പിന്നെ വടൂര ക്യാമ്പസിലും 25 പേരുണ്ട്. പിന്നെ സബ് ക്യാമ്പസ് ഉണ്ട്, വെറ്റിനറി ഉണ്ട്, ഫിഷറീസ് ഉണ്ട്, സെറികൾച്ചർ ഉണ്ട്. അവിടെ എല്ലാം കൂടി 3-4 പേരുണ്ട്. മാർട്ടിൻ, ഈ ബ്ലാക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ കേവലം വൈദ്യുതി വിച്ഛേദിക്കുക മാത്രമല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് ഈ സ്ഫോടന ശബ്ദം ഉണ്ടാകുമ്പോഴൊക്കെ കട്ടിലിനടിയിൽ കയറി കിടക്കണം, അല്ലെങ്കിൽ ഈ ശബ്ദത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കൃത്യമായി സുരക്ഷിതരായി ഇരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം ഇത്തരത്തിൽ ശബ്ദം കേൾക്കുമ്പോൾ? സ്വാഭാവികമായും മാർട്ടിനെ പോലുള്ള ആളുകളൊന്നും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് കൂടെ കടന്നു പോവുക. അപ്പോൾ നമ്മളെല്ലാവരും പാനിക് ആവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഇതുമായി സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടോ? നമുക്ക് ആർമി ഒരു ഓഫീസറും JNK പോലീസ് ഇൻസ്പെക്ടറും വന്ന് നമുക്ക് ഇങ്ങനെ ഒരു ബ്രീഫ് തന്നായിരുന്നു. സാഹചര്യം എന്താണ്, കാര്യങ്ങൾ എന്താണ്,
പക്ഷെ അന്ന് അവര് ബോംബിംഗ് ഉണ്ടാവും, ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനെപ്പറ്റി ഒന്നും മോക്ക് ഡ്രില്ല് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ഇതുവരെ. അവര് പറഞ്ഞു ഇവിടെ സേഫ് ആണ്, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അന്ന് അറിയിച്ചത്. അന്ന് മോക്ക് ഡ്രിൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ആക്കിയായിരുന്നു. പിന്നെ അങ്ങനെ യാതൊരു ഇൻഫർമേഷനും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ശരി, വളരെയധികം നന്ദി മാർട്ടിൻ. സുരക്ഷിതനായിരിക്കൂ, നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് കൃത്യമായി അതനുസരിച്ച് മുന്നോട്ട് പോകൂ. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ കഴിയട്ടെ.